നമസ്കാരം. നമ്മള് ട്രേഡിംഗിൽ കോമൺലി വരുത്തുന്ന 7 മിസ്റ്റേക്കുകൾ, ആ മിസ്റ്റേക്കുകളെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല, കൺസിഡർ ചെയ്യാറില്ല എന്നുള്ള അത്തരം കാര്യങ്ങൾ, അത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി അത്തരം മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല മികച്ച ട്രേഡറായി മാറുക. നമ്മൾ എപ്പോഴും എത്രത്തോളം പഠിച്ചാലും എത്രത്തോളം വളർന്നു വന്നാലും നമ്മൾ കൂടുതൽ പഠിക്കും തോറും തെളിഞ്ഞ് നല്ല രീതിയിലുള്ള ട്രേഡറായി മാറാനല്ലേ എല്ലാവരും ശ്രമിക്കുക. അപ്പം ഏറ്റവും സക്സസ്ഫുൾ ആയ ട്രേഡർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വർഷങ്ങളോളം എടുക്കുന്ന പ്രോസസ്സാണ്. നമുക്ക് ട്രേഡർ ആകാൻ പറ്റും, ട്രേഡർ ആകാൻ ഈസിയാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്താൽ മതി. പിന്നെ അവിടെ നിന്ന് നിലനിൽക്കാൻ കഴിയണം, സർവൈവ് ചെയ്യാൻ കഴിയണം, അതുപോലെ പിന്നെ സക്സസ് ആകാൻ കഴിയണം, പിന്നെ സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് ലോങ് ആ ബിസിനസിനെ റൺ ചെയ്യാൻ പറ്റണം. അപ്പൊ അത്തരം രീതിയിൽ അത്തരം കാര്യങ്ങൾ ഒരുപാട് നമ്മൾ റൺ ചെയ്ത് പോകുന്ന സമയത്ത് അതിലേക്ക് എത്തിച്ചേരുവാനുള്ള ഘടകങ്ങളിൽ നമ്മൾ അറിയാതെ വരുത്തുന്ന കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ ആ ബിഗിനേഴ്സ് സ്റ്റേജ് മുതൽ ഇടയ്ക്ക് കണ്ടിന്യൂസ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വരുന്ന കുറെ മിസ്റ്റേക്സ്, ആ മിസ്റ്റേക്സ് ഏതെല്ലാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് ഓർത്തുകൊണ്ടിരുന്നാൽ മാത്രമേ അത്തരം മിസ്റ്റേക്കുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാതെ കടന്നു പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമന്റുകളായിട്ട് ലൈക്ക്, ഷെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിക്കണം. എല്ലാവരും കാണുന്നുണ്ട്, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ അധികം ആളുകൾ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ആളുകൾ നോട്ടിഫിക്കേഷൻ കാണും, അത് കണ്ടിട്ട് പോകും. ഓക്കെ, എന്നാൽ തന്നെയും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ നിർദ്ദേശങ്ങളും നമുക്ക് എതിരായിട്ടുള്ളതാണ്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമ്മളെ അറിയിക്കുക. അതുപോലെ പുതിയതായിട്ട് നല്ല മാർഗനിർദ്ദേശങ്ങൾ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മള് കോമൺലി മിസ്റ്റേക്കുകൾ നമ്മൾ വരുന്ന പറയുമ്പോൾ അതില് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഷോർട്ട് ഡെലിവറി എടുക്കുക എന്നുള്ളത്. അത് പുതിയതായിട്ട് വരുന്നവരാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ അല്ലാത്തുള്ളവർക്ക് സംഭവിക്കാറുണ്ട്, വിപണിയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് സംഭവിക്കാറുണ്ട് ഷോർട്ട് ഡെലിവറി എന്ന സംഭവം. ഒന്നാമത്തെ കാര്യം, ഷോർട്ട് ഡെലിവറി സംഭവിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായ നോളജ് ഇല്ലാതെ നിങ്ങൾ ട്രേഡിംഗിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഷോർട്ട് ഡെലിവറി സംഭവിക്കുന്നത്. ഡേ ട്രേഡ് എന്താണ്, ഇൻട്രാഡേ ട്രേഡ് എന്താണ് എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു ബ്രോക്കർ എടുക്കുന്ന ഇങ്ങനെ കാര്യങ്ങൾ കേട്ടു യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കുറെ പ്രോഫിറ്റ് കിട്ടും, അത് ഇന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ പൈസ കിട്ടും എന്നൊക്കെ കേട്ടിട്ടാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഇത് വന്ന് കേട്ടു, അവർ അക്കൗണ്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു, ഏതെങ്കിലും ഒരു ബ്രോക്കറെ എടുക്കാൻ വിളിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലും വീഡിയോയുടെ താഴെ കിട്ടിയ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് ലിങ്ക് ഉണ്ട്, അത് കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്തോ, നിങ്ങൾ അത് കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് എന്താണ് എന്തിനാണ് എന്നൊന്നും അറിയാതെ അക്കൗണ്ട് ഓപ്പൺ ആക്കി കുറച്ച് പൈസയും കയറ്റി കിട്ടും. ഇപ്പൊ പ്രോഫിറ്റ് കിട്ടും കഴിഞ്ഞ് നിങ്ങൾ ബൈ ചെയ്തു, നിങ്ങൾ അത് മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് കണക്ഷൻ ലോസായി, എന്തെങ്കിലും കാരണവശാൽ അവിടെ കിടന്നു. അത് ഷോർട്ട് ഡെലിവറി വൈകുന്നേരം ആയപ്പോൾ പൊസിഷൻ സ്ക്വയർ ഓഫ് ആയില്ല, ഷോർട്ട് ഡെലിവറി ആയിപ്പോയി. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അത് തുടക്കക്കാർക്ക് സംഭവിക്കുന്നതാണ്. എന്നാൽ പരിചയമുള്ളവർക്ക് സംഭവിക്കാറുണ്ട്. നമ്മള് ഒരുപക്ഷെ കവറിംഗ് ഡെലിവറിക്കുള്ള ഓർഡർ ഇട്ട് വെക്കാതിരിക്കുകയോ നമ്മളെ കയ്യിലുള്ള ലിമിറ്റിൽ കൂടുതൽ പണത്തിന് നമ്മള് ബ്രോക്കർക്ക് അങ്ങനെ ഫെസിലിറ്റി ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്താൽ ഷോർട്ട് ഡെലിവറി പോകും. സ്വാഭാവികമായിട്ട് ഇൻട്രാഡേ ട്രേഡിൽ ഇപ്പോഴത്തെ കാലത്ത് ഷോർട്ട് ഡെലിവറി അധികം പോകാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കർ ഓൾറെഡി 3.4 സ്കോർ ഓഫ് ചെയ്ത് കളയും. എന്തെങ്കിലും ഇഷ്യൂ, ടെക്നിക്കൽ ഇഷ്യൂ, എന്തെങ്കിലും കാരണവശാൽ അത് സ്കോർ ഓഫ് ആയി പോയില്ല, ഷോർട്ട് ഡെലിവറി ആയി പോയെങ്കിൽ അത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. വലിയ പെനാൽറ്റികളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നിങ്ങളെ നയിക്കും. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ ഷോർട്ട് ഡെലിവറി ആയി പോകാനുള്ള സാധ്യത എന്ന് കഴിഞ്ഞാൽ ഈ നമ്മള് ലിക്വിഡിറ്റി കുറഞ്ഞ ഷെയറുകളിൽ കയറി നമ്മൾ ഷോർട്ട് ചെയ്യും. ഇപ്പൊ ഒരു ഷെയർ വളരെ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണുമ്പോൾ നമ്മൾ അതിൽ കയറി സെല്ല് ചെയ്യും. അപ്പൊ ആ സെല്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു പക്ഷേ പെട്ടെന്ന് കയറി സീലിംഗിലേക്ക് പോയാൽ പിന്നെ അത് കവർ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഒരുപാട് പേർക്ക്, അത് പരിചയമുള്ളവർക്ക് പോലും പലർക്കും സംഭവിക്കാറുണ്ട്. നമ്മൾ നേക്കഡ് സെല്ല് ചെയ്യാന്ന് പറയും, സെല്ല് ചെയ്ത കൗണ്ടർ സീലിംഗ് ആയി പോകും, പിന്നെ നമുക്ക് തിരിച്ചൊന്ന് ബൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഓപ്ഷനിലേക്ക് പോകും, വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് നയിക്കും. അത്തരം മിസ്റ്റേക്ക് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആദ്യം തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്പ് ഏതാണ്, ആ സ്ക്രിപ്പിന്റെ DPR ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഡെയിലി പ്രൈസ് റേഞ്ച് ചെക്ക് ചെയ്യണം. അതൊക്കെ ഡെപ്ത് എന്ന് പറയുന്ന വിൻഡോയിൽ അത് കാണാൻ പറ്റും. ഡെയിലി പ്രൈസ് റേഞ്ച് DPR നോക്കിയതിനു ശേഷം ചെയ്യുന്ന ലിക്വിഡിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ചെറിയ ഷെയറുകളാണെങ്കിൽ അത് 5% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 20% ഈ രീതിയിലായിരിക്കും ഒരു ദിവസത്തെ DPR സെറ്റ് ചെയ്തിരിക്കുക. അപ്പം ഫ്യൂച്ചർ ഉള്ള ഷെയറുകളാണെങ്കിൽ നിങ്ങൾ ബോധനാവണ്ട. കാരണം അത് DPR സെറ്റ് ചെയ്യപ്പെട്ട് ഒരു പക്ഷെ സീലിംഗ് ആയാലും അടുത്ത 10-15 മിനിറ്റിനുള്ളിൽ അത് ഓപ്പൺ ചെയ്യപ്പെട്ട് വീണ്ടും അടുത്ത
DPR കിട്ടും. ഈ ഫ്യൂച്ചേഴ്സ് ഇല്ലാത്ത ഷെയറുകളാവുമ്പോൾ നമ്മൾ അതും ലിക്വിഡിറ്റി ഇല്ലാത്ത ഷെയറുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതിന്റെ DPR വാച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് അത് ഷോർട്ട് ചെയ്യണം നിർബന്ധമാണെങ്കിൽ ആ സീലിംഗിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന ഏതെങ്കിലും റേഞ്ചിൽ ഇട്ട് വെച്ച് അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചുകൊണ്ട് മാത്രം സെല്ല് ചെയ്യുക, നേക്കഡ് സെല്ല് ചെയ്യാതിരിക്കുക. പിന്നീട് വരുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എക്സസീവ് ലിവറേജ് എന്ന് പറയും. അതായത് നമ്മൾ മാക്സിമം കിട്ടുന്ന ലിവറേജിന് എല്ലാം എടുത്ത് ട്രേഡ് ചെയ്യാന്നുള്ള സ്വഭാവം നമുക്കുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടാവുള്ളൂ. ആ 10,000 രൂപയുടെ 10 ടൈംസ് അല്ലെങ്കിൽ 20 ടൈംസ് 30 ടൈംസ് ഒക്കെ ബ്രോക്കറേജസ് ലിമിറ്റ് വരും. ആ ലിമിറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ എക്സസീവായിട്ട് ഈ ലിവറേജ് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കുഴപ്പം എന്താ, നമ്മുടെ കയ്യിൽ 10,000 രൂപയുള്ളൂ, അവർ 1.5 ലക്ഷം രൂപയുടെയോ 2 ലക്ഷം രൂപയുടെ ലിമിറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ട്രേഡ് ഇടക്കി കയറ്റും. അത്രയും ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അടിച്ചു തീരുമ്പോൾ ആ പൊസിഷൻ അവർ സ്കോർ ഓഫ് ചെയ്ത് കളയും. അപ്പൊ ആ പൊസിഷനിൽ അത്രയും നമ്മൾ എക്സസീവായിട്ട് നമുക്ക് താങ്ങാവുന്ന കൂടുതൽ ലിമിറ്റ് വാങ്ങി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ആയി പോകുവാനും നമുക്ക് ലോസ് വരുവാനുള്ള സാധ്യതയുണ്ട്. എക്സസീവ് ലിവറേജ് എടുത്താലുള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 10,000 രൂപയുടെ ലിമിറ്റ് ഉള്ള നമ്മൾ 10 ലക്ഷം രൂപ അല്ലെ 2 ലക്ഷം രൂപയുടെ 3 ലക്ഷം രൂപയുടെ ലിമിറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളൊരു പൊസിഷൻ എടുത്തു. ആ പൊസിഷൻ നമ്മുടെ റിസ്കിനുള്ളിൽ നിൽക്കാതെ, അതായത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കയറി വരികയാണ്. ഓപ്പോസിറ്റ് ആയിട്ട് കയറി വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഫണ്ട് തീർന്നതിന് ശേഷം അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് തിരിച്ചു പോകാം. ഇല്ല, നമ്മുടെ ഫണ്ട് തീരുന്ന കണ്ടുകൊണ്ട് ഭയപ്പെട്ട് നമ്മൾ ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 2 ലക്ഷം രൂപയുടെ പൊസിഷൻ കയറിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് നഷ്ടപ്പെടാൻ 10,000 രൂപ ഉള്ളൂ. ആ 10,000 രൂപയിൽ ലോസ് കാണുന്ന 4,000 രൂപ 5,000 രൂപ കയറി വരുമ്പോൾ നമ്മുടെ ഫണ്ടിന്റെ ഏതാണ്ട് പകുതി നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ പാനിക്കാവും. പാനിക്കായി കഴിയുമ്പോൾ സംഭവിക്കും, ആ പൊസിഷൻ നമ്മൾ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കട്ട് ചെയ്ത് കളയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തന്നെ എക്സസീവ് ലിവറേജ് എടുത്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇൻട്രാഡേ അത്രത്തോളം എക്സ്ട്രാ ലിവറേജുകൾ ഇപ്പൊ കമ്പനി നൽകുന്നില്ല. എങ്കിൽ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് 1000 രൂപ ഇട്ടിട്ട് 2-3 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്കും ഒക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഹെവി ആയിട്ട് ലിവറേജ് കമ്പനി തരാറുണ്ട്. കാരണം അവർക്ക് ട്രേഡ് നടക്കുമ്പോൾ എത്രത്തോളം മാക്സിമം നമ്പേഴ്സ് ഓഫ് ട്രേഡ്സ് അല്ലെങ്കിൽ വോളിയൂംസ് നടക്കുമ്പോൾ ആണ് അവരുടെ വരുമാനം കിട്ടുന്നത്. അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടി അവർ തരുന്നതാണ്. അതായത് നമ്മളെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ല, ഒരു പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് അവന് കുറച്ച് ലിമിറ്റ് കൊടുത്തേക്കാമെന്ന് കരുതി ഒരിക്കലും ലിമിറ്റ് തരുന്നതല്ല. അപ്പൊ അവര് അവരുടെ നേട്ടം കണ്ടുകൊണ്ട് നമ്മൾ മാക്സിമം എത്ര ക്വാണ്ടിറ്റി എത്ര ടൈംസ് അല്ലെങ്കിൽ എത്ര മാക്സിമം ചെയ്യുന്നോ അത്രത്തോളം അവരുടെ വരുമാനം വർദ്ധിക്കും എന്നുകൊണ്ടാണ് അവർ ലിമിറ്റ് തരുന്നത്. ആ ലിമിറ്റ് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, എക്സസീവ് ലിമിറ്റ് എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരും. പരമാവധി നിങ്ങൾ എമൗണ്ടിന്റെ 5 ടൈംസിന് മേലെ ലിമിറ്റ് എടുക്കാതിരിക്കുക. ആൾക്കാർ ബ്രോക്കറുമായിട്ട് ബഹളം ഉണ്ടാക്കി 1000 രൂപ ഇട്ടിട്ട് 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് 30,000 രൂപ ലിമിറ്റ് കൊടുത്ത് പിന്നെയും ബഹളം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി ലിമിറ്റ് മേടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് മനസ്സിലാക്കേണ്ട, നിങ്ങൾ പോകുന്ന നാശത്തിലേക്കാണ്. അല്ലാതെ നിങ്ങൾ ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. 1-2 ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ നമ്മൾ അടിച്ചു പോകുക. കാരണം വെച്ചാൽ നമ്മൾ റിസ്ക് റിവാർഡ് നോക്കാതാണ് ഈ ലിമിറ്റ് മേടിക്കുന്നത്. നമുക്ക് മാക്സിമം അത്രയും കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ മാക്സിമം കിട്ടുമല്ലോ എന്ന് ചോദിച്ച് മേടിച്ചു കഴിഞ്ഞാൽ ബിരിയാണിക്കടയിൽ പോയാൽ അൺലിമിറ്റഡ് റൈസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവനവന്റെ വയറാണെന്ന് പ്രതീക്ഷിക്കാതെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രീ ആണ്, റൈസ് അൺലിമിറ്റഡ് ആണ്, ഫ്രീ ആണ്. പക്ഷെ വയറ് നമ്മുടേതാണ്, കേടാകുന്നത് നമ്മുടെയാണ്, പണം മുടക്കേണ്ടതും ഡോക്ടറെ കാണേണ്ടി വരുന്നത് നമ്മളാണ്. എന്ന് പറഞ്ഞതുപോലെ എക്സസീവ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോക്കർ തരാം, എത്ര വേണം മാക്സിമം തരാം. അവരെ തന്നില്ലെങ്കിൽ പോലും അവരോട് പിടിച്ചു വാങ്ങി ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ഒരു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റീവ് ടു ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിന് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി പോവാന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എല്ലാവരിലും ഉള്ളൊരു വിഷയമാണ്. അത് രാവിലെ 9:15 ട്രേഡിംഗ് ബെൽ അടിക്കുന്നത് മുതൽ 3:30 അവസാന ബെല്ല് ക്ലോസ് ചെയ്യുന്നവരെ പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, അതിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പൊസിഷൻ എടുക്കണം, എപ്പോഴും ട്രേഡ് ചെയ്യണം. അത് അത്തരത്തില് ട്രേഡിംഗ് നമ്മൾ അഡിക്റ്റ് ആയി പോകും. ഫുൾ ടൈം മാർക്കറ്റിന് അഡിക്റ്റ് ആകാതെ നമ്മൾ ഫുൾ ടൈം മാർക്കറ്റിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മൾ പല രീതിയിലുണ്ട്. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നമ്മളെ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ മാർക്കറ്റ് രാവിലെ 9:15 മുതൽ 3:30 വരെ ഫുൾ ടൈം അഡിക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ അത് പിന്നെയും നമുക്ക് സഹിക്കാവുന്ന കാര്യമാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയുമാണെങ്കിൽ പിന്നീട് ആ നോളജ് അക്വയർ ചെയ്യുന്ന വഴി വേറെ പിന്നീട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാം. അതേസമയം നിരന്തരമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, തിരിച്ച് സെല്ല് ബൈ 9:15 ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക, 3:30 അവസാന നിമിഷം മാത്രം ഓർഡർ പിൻവലിച്ച് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും പിന്മാറുക. ഇത്തരം കാര്യങ്ങൾ മാർക്കറ്റിലെ അഡിക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് നമുക്ക് സ്റ്റഡി ഗ്രോ ചെയ്ത് അത് വലിയൊരു വല്ലാത്തൊരു ലെവലിലേക്ക് പോകും. ആ ലെവലിലേക്ക് എത്തുന്നുണ്ടോ, നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് അവനവൻ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. ഇത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ മാർക്കറ്റ്
ട്രേഡിംഗ് ഉള്ള ഒരു സമയത്ത്, നല്ല രീതിയിൽ ട്രേഡിംഗ് ഉള്ള സമയത്ത് നിങ്ങൾ ഒരു ട്രേഡ് ചെയ്തു, പ്രോഫിറ്റ് എടുത്തു, അതിനുശേഷം മാർക്കറ്റ് ഇത് ക്ലോസ് ചെയ്ത് പൊസിഷൻ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ട്രേഡിംഗ് ഉള്ള ഒരു ദിവസം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാതിരിക്കാനോ ട്രേഡിംഗ് സ്ക്രീനിന് മുന്നിലേക്ക് പോകാതിരിക്കാനോ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് അഡിക്ഷനെ കുറിച്ചുള്ള മനസ്സിലാവും, എന്തുമാത്രം നമ്മൾ അഡിക്റ്റഡ് ആണെന്ന് അതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മാക്സിമം ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള റൂൾ ഉണ്ടല്ലോ, 6 times റൂൾ. ആ 6 times റൂൾ പാലിക്കുക. അതായത് ഒരു ദിവസം 6 ട്രേഡിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. അത് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുക. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും 6 ട്രേഡിൽ കൂടുതൽ നമ്മൾ ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. ഡേ ട്രേഡേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ 6 ട്രേഡിംഗ് റൂൾ പാലിക്കുന്നത് വഴി നമുക്ക് ഈ അഡിക്ഷൻ ഒഴിവാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആഡ് ലോസിങ് ടു ദ പൊസിഷൻ. നമ്മൾ ലോസ് ആയി പോകുന്ന പൊസിഷനിൽ വീണ്ടും പണം കയറ്റി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു ട്രെൻഡ് കണ്ടു, ഒരു ഷെയർ കയറി പോകുന്ന കണ്ടു, അല്ലെങ്കിൽ ഒരു ന്യൂസ് പെട്ടെന്ന് ടിവിയിൽ കണ്ടു ഫ്ലാഷ് ചെയ്യുന്ന കണ്ടു, അല്ലെങ്കിൽ ഒരു ഷെയർ കയറി പോകുന്ന കണ്ടു. ആ ഷെയർ നമ്മൾ ചാടി കയറി ബൈ എടുത്തു കഴിയുമ്പോൾ ഇത് 2 താഴോട്ട് വന്നു. നമ്മൾ ഓക്കെ 2 താഴോട്ട് വന്നപ്പോൾ നമ്മൾ ഒരു ആഡ് ചെയ്യാം, കുറച്ചും കൂടി ആഡ് ചെയ്തു, പൊസിഷൻ ആഡ് ചെയ്തു, വീണ്ടും അവിടെ ഒരു 4 രൂപ പൊട്ടി, അപ്പൊ വീണ്ടും ആഡ് ചെയ്തു. ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമുക്ക് അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാ? നമ്മൾ ആദ്യം 50 രൂപയ്ക്ക് എടുത്തു, പിന്നെ 48, 46 ആകുമ്പോൾ ആഡ് ചെയ്യണ. ആദ്യം 50 എടുക്കുമ്പോൾ നമ്മൾ 55 പ്രതീക്ഷിച്ചെങ്കിൽ പിന്നെ നമുക്ക് 55 വേണമെന്നില്ല. നമ്മൾ 55 കിട്ടുമെങ്കിലോ 60 കിട്ടുമെങ്കിലോ നമുക്ക് ഫുൾ പൊസിഷനിൽ വിൽക്കാൻ പറ്റും. ഇനി 55 വേണ്ട, നമുക്ക് താഴോട്ട് വരുമ്പോൾ 46, 47, 40 വരെ ആയിപ്പോയി. 40 വരെ ആയപ്പോയെങ്കിൽ അവിടെ കുറച്ച് പൊസിഷൻ ആഡ് ചെയ്തിട്ട് ഒരു 44 ആവറേജ് കിട്ടുവാണെങ്കിൽ 45-നായാലും നമുക്ക് എസ്കേപ്പ് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട്, വലിയ പ്രോഫിറ്റ് അല്ല, ആവറേജ് ലോസ് ഇല്ലാതെ ആവറേജിലാണെങ്കിൽ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ലോസിംഗ് പൊസിഷനിലേക്ക് പൊസിഷൻ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സത്യത്തിൽ ഈ സംഭവിച്ചിരിക്കുന്ന എന്താണ്, ഇതിലെന്താ സംഭവിച്ചത് നമ്മൾ നോക്കത്തില്ല. ടെക്നിക്കൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ നമുക്കറിയാം, നമ്മൾ ഇതൊന്നും ഇല്ലാണ്ട് പൊസിഷൻ ഇല്ലാണ്ട് നമ്മൾ ആ പൊസിഷനിൽ നോക്കി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഡോസ് ഉണ്ടാവും, ടെക്നിക്കൽ ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും, ആ ഷെയറിന് തിരിച്ചു വരില്ല എന്ന ബോധ്യമൊക്കെ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അത്തരം ചിന്തകളും കാംനെസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും. നമ്മളെ ബ്രെയിൻ നമുക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റി തരത്തില്ല. അപ്പൊ നമ്മൾ പേടിച്ച് ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒക്കെ 3 രൂപ ഒരു തവണയെങ്കിലും അത് 2 രൂപ 3 രൂപയെങ്കിലും കയറാതിരിക്കില്ല. കയറിയാൽ എനിക്ക് എസ്കേപ്പ് ചെയ്യാതെ വെച്ച് വീണ്ടും ലോസിംഗ് പൊസിഷനിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകാനും കടക്കാരനായി മാറുവാനുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണത്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മിസ്റ്റേക്ക് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയ ലോസ് ആണെങ്കിലും നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് കയറുക, ആ ചെറിയ ലോസ് ആണെങ്കിലും ആ ലോസ് സഹിച്ച് പിന്മാറുക. അപ്പം അതിനോട് തുടർന്ന് തന്നെയാണ് അടുത്ത മിസ്റ്റേക്ക് വരുന്നത്, സ്റ്റോപ്പ് ലോസ് ഇല്ലാതിരിക്കുന്ന മിസ്റ്റേക്ക് ഇതിനോട് തുടർന്ന് തന്നെ വരുന്നതാണ്. അപ്പൊ സ്റ്റോപ്പ് ലോസ് ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഈ പൊസിഷൻ താവോട്ട് വരുമ്പോൾ ആദ്യമേ തന്നെ എൻട്രി ചെയ്യുമ്പോൾ ഒരു കൃത്യമായ കാൽക്കുലേഷൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ചെറിയ ലോസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ചെറിയ ലോസ് വരുമല്ലോ എന്ന് കരുതി സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുമ്പോൾ പിന്നീട് പൊസിഷൻ താവോട്ട് വരുന്നു. താവോട്ട് എന്തോരം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് ഇല്ല, നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നിൽക്കത്തില്ല. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഭയക്കുന്നു. സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുന്നതോടുകൂടി നോക്കുന്നത് വലിയ ലോസിലേക്ക് എത്തും കാര്യങ്ങൾ. അപ്പോൾ തന്നെ പിന്നെ വരുന്നൊരു മിസ്റ്റേക്കാ ട്രേഡിംഗ് ടിപ്പുമൊക്കെ ട്രേഡ് എടുക്കുക. അത് നമ്മൾക്ക് അറിയാത്ത, നമുക്ക് ടി വിയിൽ ഒരുപാട് എക്സ്പേർട്സ് പലരും കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ട്വിറ്ററുകളുണ്ട്. ഇതിനെല്ലാം ആരെങ്കിലും ഒക്കെ പറയുന്ന നമ്മൾ സൈറ്റ് എടുത്തിട്ട് ഇപ്പൊ നമുക്ക് ഒരു ഷെയറിനെ പറ്റി അറിയണം. റിലയൻസ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ റിലയൻസിനെ പറ്റി ഒരു ഷെയർ അറിയാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താ? റിലയൻസ് എന്ന ഷെയർ, അതിന്റെ ന്യൂസോ ഫണ്ടമെന്റൽസോ അതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ വരുന്നത് ബൈ റിലയൻസ് അല്ലെങ്കിൽ സെൽ റിലയൻസ്, ഇത്ര കിട്ടും അത്തരം കാര്യങ്ങളാണ്. ഇത്തരം ടിപ്പ് പ്രൊവൈഡേഴ്സ്, അങ്ങനെയാണെങ്കിൽ ഈ ടിപ്പ് പ്രൊവൈഡേഴ്സിനെല്ലാം ടിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇവർക്കെല്ലാം സക്സസ് ആകുന്ന അല്ലെങ്കിൽ സക്സസ് ആക്യുറസി ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ടിപ്പ് നമുക്ക് ടിപ്പ് തരുന്ന കാര്യമുണ്ടോ? അവർക്ക് സ്വന്തം ചെയ്താൽ പോരെ? ഇത്തരം ആളുകൾ വിളിച്ചിട്ട് നമ്മളെ ഷെയർ മാർക്കറ്റിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആദ്യം ഡിമാറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ആ OTP വരുന്ന സമയത്ത് തന്നെ ഈ സാധനം എടുത്ത് ആളുകൾ ഈ നമ്പറുകൾ വിറ്റ് കാശുണ്ടാക്കുന്നവരുണ്ട്. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഫില്ലാവുന്നതിന് മുമ്പ് നമുക്ക് ടിപ്പുകാരുടെ മെസ്സേജ് വരും. ഇത് വൈകിട്ട് ഫ്രീ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പകുതി തന്നാൽ മതി, കിട്ടുന്നതിന്റെ പകുതി തന്നാൽ മതി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ടിപ്പുകാരുടെ മെസ്സേജുകൾ. ഇത് കണ്ട് നമ്മൾ കയറി ട്രേഡ് ചെയ്യും. നമുക്ക് ഇത് എന്താണെന്ന് അറിയില്ല, ഷെയർ എന്താണെന്ന് അറിയില്ല. ഈ ആരോ പറഞ്ഞു ടിപ്പാർക്ക് എന്ത് നഷ്ടം, അവരത് പറഞ്ഞു, അവർക്ക് കിട്ടി പോയാൽ പോയി, അവർക്ക് പൈസ കിട്ടിയാൽ അവർ മേടിക്കും, ഇല്ലെങ്കിൽ അവരത് വിട്ട് അടുത്ത ആളെ പിടിക്കും. അപ്പൊ നമുക്കെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫണ്ട് ചോർന്ന് വലിച്ചു പോയി നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ആകുന്നതിന് മുമ്പ് നമ്മൾ മാർക്കറ്റിന് പുറത്തേക്ക് പോകുന്ന അവസ്ഥ വരും. അപ്പൊ ടിപ്പിൽ ട്രേഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. നമ്മൾ അവനവൻ ചെറുതായിട്ട് അറിവാണെങ്കിൽ അറിവ് സമ്പാദിച്ച് അത് ട്രേഡ് ചെയ്യുന്നത് നല്ലത്.
ടിപ്പ് ചെയ്യുന്നത് തെറ്റല്ല, അവര് പറയുന്ന ടിപ്പ് പൂർണ്ണമായിട്ടും അവർക്ക് വിട്ടുകൊടുക്കാതെ നമ്മൾ അതിനെ മനസ്സിലാക്കി നമ്മൾ കൂടി കൺവിൻസ്ഡ് ആണെങ്കിൽ ചെയ്യേണ്ടതല്ല. നല്ല ടിപ്പുകൾ ചെയ്യുന്ന കമ്പനികളുണ്ട്, നല്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ കുറ്റം പറയുകയൊന്നുമല്ല. അത് ചെയ്യുന്ന ആളുകളുണ്ട്, അവരിൽ നിന്ന് സ്വീകരിക്കാൻ ചെയ്താൽ തെറ്റില്ല. നിങ്ങൾ കാശ് മേടിച്ച് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്തോ, അതൊന്നും തെറ്റല്ല. പക്ഷെ നമ്മൾ കൂടി കൺവിൻസ്ഡ് ആയിട്ട് നമ്മളോട് മനസ്സിലാക്കി ഇത് എന്താണ് സംഭവിക്കുക, ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും, മാക്സിമം ഇതിനുള്ള ഇമ്പാക്ട് എന്താണ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം ടിപ്പ് എടുത്ത് ട്രേഡ് ചെയ്യുക. ഒരു മിസ്റ്റേക്ക് എല്ലാവർക്കും വരുന്നത്, അത് കൂടുതലും പുതിയ ആളുകൾക്കല്ല, മാർക്കറ്റിൽ നിൽക്കുന്ന എല്ലാവർക്കും, സ്ഥിരമായിട്ട് മാർക്കറ്റിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നവർക്ക് പോലും വരുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് സ്കെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യാന്ന് പറയും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റല് അത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് മിച്ചം വരുന്ന പണം കൊണ്ടുള്ള ക്യാപിറ്റൽ അല്ല ആരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ കൊണ്ടിരുന്നത്. നമ്മൾ എത്രത്തോളം പറഞ്ഞാലും, മാർക്കറ്റിൽ എത്രത്തോളം നമ്മൾ പറഞ്ഞാലും, നമ്മൾ 1000 വട്ടം 100 വട്ടം വീഡിയോ ചെയ്താലും പറഞ്ഞാലും ആളുകളോട്, ഒരാളോട് തന്നെ നിരന്തരമായിട്ട് 1000 വട്ടം പറഞ്ഞാലും അവര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തെറ്റാണത്. നമുക്ക് ഒരു പണം പെട്ടെന്ന് കുറച്ച് പണം കിട്ടി, ഇപ്പൊ നമ്മളൊരു ലോൺ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും മാറ്റി വെച്ചേക്കുന്ന ഒരു പൈസ, ഇതിപ്പോ ആവശ്യമില്ല, അടുത്ത 3 മാസം കഴിഞ്ഞേ ആവശ്യമുള്ളൂ, അല്ലെ അടുത്ത 20 ദിവസം കഴിഞ്ഞിട്ട് ആവശ്യമുള്ളൂ. ഇപ്പൊ ഒരു ബില്ല് അടയ്ക്കാനുള്ള എമൗണ്ട് ആണ്, പക്ഷെ ആ ബില്ല് അടുത്ത 20-ാം തീയതിയാണ്, അതിനുള്ള 20 ദിവസമുണ്ട് എന്നും പറഞ്ഞ് ആ പണം എടുത്ത് നമ്മൾ കൊണ്ടുപോയി ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് സ്കെയർ മണിയാണ്. കാരണം അത് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് അത് കൊണ്ടുവരുമ്പോൾ ഈസിയാണ്. ഇപ്പൊ നമുക്ക് ഒരു എമൗണ്ട് ബില്ലടക്കാനുള്ള 30,000 രൂപയുടെ എമൗണ്ട്, വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ നമ്മുടെ തന്നെ ആയ ഒരു എമൗണ്ട്, അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആണ്. 30,000 രൂപയുണ്ട്, ആ 30,000 രൂപ ഇട്ട് അതിന്റെ 10 ടൈംസോ 20 ടൈംസോ നമുക്ക് 10%ഓ 20% നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയത് നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ അത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ, ആ എമൗണ്ട് അങ്ങോട്ട് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ 20,000 രൂപ നമുക്ക് കൊണ്ടുവന്ന 20,000 രൂപ നമുക്ക് 20-ാം തീയതി അടയ്ക്കേണ്ടതാണല്ലോ. ആ 20-ൽ നിന്ന് അത് 18 ആവും, 17 ആവും, 15 ആവും, പകുതിയോളം എത്തിയാൽ നമ്മൾ സ്കെയർ ആയോ, അപ്പോൾ നമ്മൾ പൊഷൻ പിൻവലിക്കും. പൊഷൻ പിൻവലിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് ഇറക്കേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ മൊത്തം പണം അടിച്ചു പോയ നമ്മുടെ ഡിസിഷൻ തെറ്റായി, വീണ്ടും നമ്മളവിടെ ലോസിങ് അതിലേക്ക് വീണ്ടും ആവറേജ് ചെയ്തു, അപ്പൊ നമ്മുടെ പണം നഷ്ടമായി. അത്തരത്തിൽ സ്കെയറിംഗ് മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നത് ആദ്യം അവസാനിപ്പിക്കണം. ഇത് നമ്മൾ എത്രത്തോളം പറഞ്ഞാലും നമ്മളെല്ലാവരും വീണ്ടും 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 ചെയ്യുന്നതിൽ റിപ്പീറ്റ് ചെയ്ത് തെറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കുറച്ച് മിസ്റ്റേക്കുകൾ നമ്മളെല്ലാവരും, പുതിയ ആളുകളും പഴയ ആളുകളും സ്ഥിരമായിട്ടുള്ളവരും എല്ലാം വരുന്നതാണ്. ഒരു സക്സസ്ഫുൾ ട്രേഡർ എന്ന ജേർണി ഇത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരം ട്രേഡുകൾ അവോയ്ഡ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ടും ഈ സക്സസ്ഫുൾ ട്രേഡർ എന്നുള്ള യാത്രയിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സോ കാര്യങ്ങളായിട്ട് ഞങ്ങളെ അറിയിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കിക്കൊണ്ട്, ഈ ഇത്തരം 6-7 മിസ്റ്റേക്കുകൾ നമ്മൾ പറഞ്ഞാൽ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്, വീണ്ടും വീണ്ടും ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ആ തെറ്റുകൾ ആവർത്തിക്കാതെ എല്ലാവർക്കും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡേഴ്സ് ആയിട്ട്, ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.